ഹലോ ഗൈസ്, ഇന്ന് ഹംദാൻ ഗെയിമർ ഗൈഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കുറേ കാർട്ടൂൺസൊക്കെ കാണാറുണ്ട് അല്ലേ? എന്നാൽ അതിൽ ഒരു ട്രെൻഡിങ് കാർട്ടൂണാണ് ഹോഗി ആൻഡ് ദ കോക്രോച്ച്. ഇതെന്താണ് ഇതിന് സീക്രട്ട് ആയിട്ട് ഉണ്ടോ? ലൈക്ക് ഹോഗിയിൽ സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും പാറ്റുകളെ കൊണ്ട് ശിക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കഥയാണ് പറയാൻ പോകുന്നത്. കഥ എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗാരാജിൻ്റെ മുമ്പിലല്ല, ഇവിടെ നിന്ന്. ഓക്കെ, കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഹോഗി എന്ന് പറയുന്നൊരു പൂച്ചയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കുള്ളത്. പക്ഷെ ഇങ്ങനെ റിയൽ ലൈഫിൽ ഓനുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ റിയലി പറഞ്ഞിട്ടൊരു എപ്പിസോഡുണ്ട്, അത് നിങ്ങൾ കണ്ട ഇങ്ങനെ നെട്ടു. ഹോഗി ഒരു ജോണുമായിട്ട് മറ്റേ ഇലക്ട്രിക് അടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്ന് ഷോക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്തോ ഈ തിയറീൻ്റെ മിസ്റ്ററി സോൾവ് ആയി അടുത്തോ ഇല്ല, സോൾവ് ആയിട്ടില്ല. മോനെ സോൾവ് ആക്കി തരാം. ഓക്കെ, ഹോഗി എന്ന് പറയും പൂച്ച ആക്ച്വലി ആദ്യം ചത്തനാണ്. കാണാൻ ഒരു ഇലക്ട്രിക് ഷോക്ക് അങ്ങനെ എന്തോ ആയിട്ട് അങ്ങനെ ഈ ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് ഇങ്ങനത്തെ എപ്പിസോഡിലാണ് ഹോഗി ചത്തത്. അതേപോലെ നിങ്ങൾക്ക് ബോബിനെയും അറിയാലോ, പിന്നെ ജാക്കും. എന്ത് പറഞ്ഞാലും ജാക്കും പിന്നെ ചങ്ങായിമാരൊക്കെ ഉണ്ടല്ലോ ഹോഗിക്ക്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ എപ്പിസോഡ്. അല്ലാതെ അത് നിങ്ങൾക്കുണ്ട് സത്യം. പക്ഷെ നമുക്ക് ജാക്കിനെ ജാക്കാണെങ്കിൽ ഹോഗിൻ്റെ പാർട്ട്ണറാണ്. ഓന് ഷോക്ക് അടിച്ചിട്ടാണ് ചത്തത്. അല്ല, ഓൻ വയറിനെ തൂങ്ങിക്കിടന്നിട്ടാണ് ചത്തത്. പക്ഷെ ജാക്കാണെങ്കിലോ ഇങ്ങനെ രൂപം എന്ന് വെച്ചാൽ ഓനിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഹോഗിനെ ഹെൽപ്പ് ചെയ്യില്ലേ. കാരണം വെച്ചാൽ 3 പാറ്റകളില്ലേ, അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റേ സയൻറ്റിസ്റ്റ് പോലെ ജാക്ക് അങ്ങനത്തെ ഒരു തിയറി പോലെ ഉണ്ടാവും. അത് ഇനി അടുത്തത് നമ്മുടെ ബോബിൻ്റെ തിയറി. ബോബിൻ്റെ തിയറി പറയുമ്പോൾ ഇതേപോലത്തെ കഴിക്കും നിങ്ങൾക്ക് റീലിൽ കാണാൻ പറ്റും. റീൽ ഇത് ബോബിനെ ദേ ഇങ്ങനെ. പക്ഷെ ശരിക്കും ബോബ് അങ്ങനെയാണെങ്കിലോ പക്ഷെ എന്നാലും ബോബ് അങ്ങനെയല്ല ചത്ത്. ബോബ് ഇങ്ങനെ ചത്തെന്ന് വെച്ചാൽ ഹോഗിൻ്റെ അനിയനാണ് ബോബ്. കാരണം വെച്ചാൽ ജാക്കിൻ്റെ അനിയനും പിന്നെ ഹോഗിൻ്റെ അനിയനുമാണ് തേർഡ് വൺ. പക്ഷേ ഹോഗി ഒരു പൂച്ചയാണ്, ജാക്കിൻ്റെ ഫ്രണ്ട് പോലെ. അതേപോലെ ഒരാളും ഉണ്ട്, അതാണ് ഒലിവിയ, പിന്നെ ഹോഗിൻ്റെ പാരൻസ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഷോയിലും. അത് നിങ്ങൾക്കറിയോ? ഹോഗിയും ഗ്രാൻഡ് മദർ സെയിം പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഹോഗീൻ്റെ ഇതില്ലേ, എന്താ പറയുക, ഗ്രാൻഡ് മദർ അതേപോലെയാണ് ആദ്യം ഉണ്ടായത്. എനിക്ക് അതേപോലെ ഷോക്ക് അടിച്ചിട്ടാണ് ചത്തത്. ഹോഗീൻ്റെ കൂടെ രക്ഷിക്കാൻ പോകുമ്പോൾ ഹോഗീൻ്റെ ഷോക്കും ഗ്രാൻഡ് മദർക്കും ഉണ്ട്. അപ്പോൾ ഹോഗീൻ്റെ ഗ്രാൻഡ് മദറിന്. ഇനി നമുക്ക് പാരൻസിൻ്റെ കാര്യം പറയാം. അതായത് നിങ്ങൾക്കറിയാമല്ലോ ഹോഗിൻ്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ എന്തോ ആണ് മറ്റേ ഹോഗിൻ്റെ തീരി. പക്ഷേ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കാണാൻ വെച്ചാൽ ഈ ഹോഗിൻ്റെ തീരി നമുക്ക് ആദ്യം എന്താക്കുന്നതൊക്കെ കാണാം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ ഭാഗമില്ലേ പാരൻസിൻ്റെ, ഹോഗിൻ്റെ പാരൻസ് ആക്ച്വലി പൂച്ചകളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായ ഇപ്പോൾ ഈ ഗെയിമിൽ കാണുന്ന പോലെ മറ്റൊരു പെറ്റ് ഇവിടെ ഉണ്ടായത് കണ്ടില്ലേ, അതേപോലെ ഒരു പാരൻറ്റ്, മറ്റേ നമ്മളല്ലേ പാരൻറ്റ്, അതേപോലെ ഗൈസ്. പക്ഷെ എന്തായാലും പാരൻറ്റ് ഇങ്ങനെ ചത്തുന്നു വെച്ചാൽ ഒരു റോഡ് ആക്സിഡൻ്റാണ്. ആക്ച്വലി ഹോഗിൻ്റെ ഏതോ നെയ്ബറാണ് പൂച്ച അമ്മ അച്ഛനും
കഥയും ഉണ്ട്. നമ്മുടെ പാട്ടുകളാണ് അടുത്ത പാട്ടുകളില്ലേ, നമ്മുടെ ജോൺ അങ്ങനത്തെ ഓരോ പാട്ടുകളില്ലേ, നമ്മുടെ ഹോഗൻ കോക്രോച്ചസ്. ആ പാട്ടുകളൊക്കെ ഒരു ശരിക്കും ഹോഗിനെ പണിഷ്യാണ്. പക്ഷെ ഇതുകൊണ്ടാണെന്ന് പറയാം, ഓന് ആക്ച്വലി ഉള്ളിക്കേറ്റാണ്, അതായത് ഓൻ ചത്തിട്ട് തിരിച്ച് ജീവനിൽ ഇല്ലാണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഹോഗിൻ്റെ രൂപമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫോമായി കാണാൻ പറ്റും. അത് ഈ ഗോസ്റ്റ് ഹോഗിനെ ആഡാക്കിയത് ഇങ്ങനത്തെ ഹോഗി. പക്ഷേ ഇതൊരു ആക്ച്വലി ഗോസ്റ്റിൻ്റെ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹോഗി പറഞ്ഞാൽ ഒരു പൂച്ച പോലെയാണ്, പക്ഷേ അതേപോലെയല്ലേ നമ്മളും പൂച്ച പോലെ കാണിച്ചത്. പൂച്ച അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂച്ചിൻ്റെ കുറച്ച് DM പറയാം. DM പറയുമ്പോൾ സയൻറ്റിസ്റ്റിക് പോലെയാണ്, പക്ഷേ ഒന്നും പറയണ്ട. ഇനി പോവാം. ഓക്കെ, നമ്മൾ പുറത്താണ് ഉള്ളത്. നമുക്ക് വേഗം പോയിട്ട് ഓടി ബൈക്ക് എടുത്ത് ഒരു സമയം നിങ്ങൾക്ക് ആക്കാൻ കഴിയും. കാണിച്ച എയർപോർട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. എയർപോർട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ. അപ്പോൾ ഇവിടെ കുറേ ദൂരം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് പോവാം. ഗൂഗിൾ മാപ്പ് ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ശരിക്കുള്ള ഗൂഗിളാണ് യൂസ് ചെയ്യുന്നത്. അമ്മ നല്ല ലിഫ്റ്റിംഗ് സെറ്റപ്പായിരുന്നു, നൈസ് സെറ്റപ്പ്. താങ്ക് യു, വളരെ നന്ദി. കൺഫ്യൂഷൻ അമ്മച്ചി വീണ്ടും സാൻഡ കൊള്ളാം. ഞാൻ സ്പീഡ് പോകുന്നത് നമുക്ക് കാണാം. എയർപോർട്ട് എത്തുമെന്ന് ഞങ്ങൾക്ക് കാണുന്നുണ്ട് സ്പീഡിൽ തെറ്റി. സ്പീഡെടുത്ത് എൻ്റെ കയ്യിൽ നോൺ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ക്ലാസ് ഇത് കറക്റ്റ് സ്ഥലമല്ലേ? ഇതിനൊക്കെ ഓർമ്മയുണ്ട ജാക്കു ഹോഗിയും. ഇനിയാണ് ഇവിടുത്തെ തീര്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ജാക്കിൻ്റെ എപ്പിസോഡിൽ കണ്ട ഒരു ഐറ്റമാണ് ഇത്. പക്ഷേ നമ്മൾ എന്താക്കാൻ പോകുന്ന അറിയോ? ഒരു ഐറ്റം വെക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലേ? അതാണ് BMW അല്ല, എന്തോ കാറ്. ഇൻവിസിബിൾ മാൻ ഞാൻ പറഞ്ഞില്ലേ, പ്രാഡോ മാനാണ് ഞാൻ. അടിച്ചിട്ട് തീരെ വേണം. എന്നാൽ ഞാനൊന്ന് കണ്ടുപിടിക്കണം. അമ്മേ വൈപ്പിട
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, and bye from Handa Gamer Guy, and also welcome